അതിരാവിലെ തന്നെ ഒരു ബസ് നിറച്ച ആൾക്കാർ വന്ന് മുന്നിലിറങ്ങുന്നു. പെട്ടെന്ന് തന്നെ ടെന്റും മടക്കി ലഗേജ് കെട്ടി യാത്ര തുടങ്ങി. പോകുന്ന വഴി ഹൈവേ സൈഡിൽ നല്ലൊരു കട. അവിടെ നിർത്തി ഫുഡും പറഞ്ഞു. ആശാൻ പഠിക്കുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ കന്നഡയൊക്കെ പെട തന്നെ. അവന്റെ ഗൊത്തും കഴിഞ്ഞ് ഇഡ്ഡലിയും വടയും കയ്യിൽ കിട്ടി. ഇവന്റെ ഫോം പിടിക്കുന്ന തിരിച്ചും മറച്ചിട്ടുള്ള സ്റ്റൈല് കണ്ടപ്പോ ഏതോ ബായ് വന്ന് ഫോട്ടോ എടുത്തു തരോന്നൊക്കെ. എന്ത് ചെയ്യാനാ, ഈ കാണുന്നതാണ് കേട്ടോ കർണാടക അസംബ്ലി. ഞാനും കണ്ടടാ അലിൻജോസ് പെരേരനെ പോലെ ഒരുത്തൻ. ബൈക്ക് പോലും ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിക്ക് പുല്ലും കയറ്റിയാണ് പോക്ക്. യാത്ര തുടങ്ങി. നല്ലൊരു ഹോട്ടൽ കണ്ടു. ഞാനും നിർത്തി. നിങ്ങളും കാണുന്നു. എന്റെ വെജിറ്റേറിയൻ കടയിൽ നിർത്തി വട ചോദിച്ചു. വട ഇല്ല, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അത്ര. എന്തോ തന്നു, കഴിച്ചു. കുഴപ്പമില്ല. ലേറ്റ് ആയിട്ട് ആഹാരം. നേരെ ടോയ്ലറ്റിലേക്ക്. ഇമ്മാതിരി വ്യൂ, സമാധാനമായിട്ടുള്ള ഒരു ഔട്ടിങ്. നിർത്തിയപ്പോ അതാ ആശാന്റെ റെയിൻകോട്ടിന്റെ കാലിന്റെ പേര് കാണാനില്ല. കാറ്റ് കൊണ്ടുപോയിന്ന് എന്ത് ചെയ്യാനാ. വണ്ടിയിലെ ലഗേജ് കൂടുതലായതുകൊണ്ട് തന്നെ സെന്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് കാര്യമില്ല. ഫ്രണ്ട് ടയറിന് ഭാരം കൊടുക്കണം. കൂടെ ഒരു ജിമ്മിനുള്ളപ്പോ എന്തിനു പേടിക്കണം. അങ്ങനെ അതും കഴിഞ്ഞ് ഏറും അടിച്ച് അടുത്ത ചായക്കടയിലേക്ക്. അങ്ങനെ ഒരു ചായ കുടിയും കഴിഞ്ഞ് ലക്ഷ്യം മഹാരാഷ്ട്രയിലേക്ക്. ബാക്കി നാളെ.